സെക്ഷൻ 1.5 ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഈ സെക്ഷനിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻ എന്താണെന്നും ഫംഗ്ഷൻ്റെ ഡൊമൈനെ പറ്റിയിട്ടും ഫംഗ്ഷൻ എങ്ങനെ വരയ്ക്കാം, ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഡെഫിനിഷൻ നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഗെറ്റ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു എ നമ്പർ എൽ, ക്യാപിറ്റൽ എൽ, ആസ് x gets closer and closer to c from both sides, that is from left side as well as from right side, then capital L is the limit of f of x as x approaches c. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇത് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. സപ്പോസ് എക്സ് ടെൻസ് ടു സി, എക്സ് ടെൻസ് ടു സി എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദാറ്റ് നമ്പർ. എക്സ് ഗെറ്റ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു സി. അതായത് ഇവിടെയാണ് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് സി. അപ്പൊ എക്സ് നമ്മൾ എക്സ് ആക്സിസിലാണ് വരയ്ക്കുക. എക്സ് ഗെറ്റിംഗ് ക്ലോസർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് വരാം അല്ലെ. റൈറ്റ് സൈഡിൽ നിന്നും എക്സ് സിയിലേക്ക് വരാം, ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് സിയിലേക്ക് വരാം, ഇങ്ങനെയും വരാം, അതേപോലെ ഇപ്പുറത്ത് ഈ സൈഡിൽ നിന്നും വരാം. അതാണ് എക്സ് ടെൻഡിങ് ടു സി, അല്ലെങ്കിൽ എക്സ് ഗെറ്റ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ ഫ്രം ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എല്ലിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു എൽ ഓർ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ദ വാല്യൂ എൽ. Then we say that limit of f of x as x tends to c is L. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാം. എക്സിന്റെ വാല്യൂ 2ലേക്കാണ് പോകുന്നത് വിചാരിക്കുക. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു 2. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടേക്ക് പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കി നോക്കാം. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എ പരാബോള. ഇവിടെയാണ് 1 എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെയാണ് 2 എന്ന് പറയുന്ന പോയിന്റ്, ഇത് 3. അപ്പോൾ എക്സിന്റെ വാല്യൂ ആദ്യം ഞാൻ 1 എടുത്തു. എക്സിന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ എന്ത് തന്നെയാണ്? എക്സിന്റെ വാല്യൂ 1 ആവുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1. അതായത് ഈ പോയിന്റ് അല്ലെ, ഹൈറ്റ് ആണ് 1. എക്സ് 1.5 ആകുമ്പോൾ എന്താ സംഭവിച്ചത്? ഇതാണ് 1.5. എക്സ് 1.5 ആകുമ്പോൾ ഈ ഒരു പോയിന്റ്, ഓക്കെ, ദാറ്റ് ഈസ് 1.5 സ്ക്വയർ. എക്സ് 2ലേക്ക് അടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വാല്യൂ 4 ആണ് അല്ലെ, ദിസ് ഈസ് 4. സോ ആസ് എക്സ് ടെൻഡിങ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ്, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടേക്കാണ് പോണത്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പോണത് 4ലേക്കാണ് അല്ലെ, 4ന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴും. റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യം 3 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്, 3 സ്ക്വയർ. 2.5 ആണെങ്കിലോ ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്, ഇവിടെ ഉള്ള ഒരു വാല്യൂ. അടുത്തത് 2.1 ആണെങ്കിലോ ദിസ് വാല്യൂ അല്ലെ. സോ ആസ് എക്സ്റ്റെൻഡിങ് ടു 2 ഫ്രം റൈറ്റ് സൈഡ്, then also f of x going to 4. അപ്പോൾ നമ്മൾ പറയും എഫ് ഓഫ് എക്സ് 4ലേക്ക് അപ്രോച്ച് ചെയ്യാണ്, ഓർ വി സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, ഈസ് 4. അപ്പൊ ഇത്രയാണ് ചോദിക്കുന്നുള്ളൂ. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് പോകുമ്പോൾ, അതായത് എക്സ് ഈക്വൽ ടു 2ഓ 3ഓ, അപ്പൊ ഒരു ആർബിട്രറി ആയിട്ട് നമ്മൾ എന്ത് വിളിച്ചു? എക്സ് ഈക്വൽ ടു സി എന്ന് വിളിച്ചു. അപ്പൊ എക്സ് സിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഹൈറ്റ് ആണ് അല്ലെ, തന്നിരിക്കുന്ന കർവിന്റെ ഹൈറ്റ് ആണ്. കാരണം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏത് ഫോമില കിടക്കുക? എക്സ് എഫ് ഓഫ് എക്സ് ഫോമില കിടക്കുക. എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡൊമൈനിലുള്ള ഒരു വേരിയബിൾ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് y വാല്യൂ ആണ്. അപ്പൊ എക്സ് സിയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷന്റെ ഹൈറ്റ് എത്ര കിട്ടണത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റി 4ലേക്കാണ് ഈ ഗ്രാഫ് പോകുന്നത്. അപ്പൊ നമ്മൾ പറയും ലിമിറ്റ് എന്താണ്? 4 ആണ്. ഇനി നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ സോൾവ് ചെയ്യാം. യൂസ് എ ടേബിൾ ടു എസ്റ്റിമേറ്റ് ദ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് റൂട്ട് എക്സ്
-1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ആണ്. ഇവിടുത്തെ സി എന്ന് പറയുന്ന നമ്പർ 1 ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, എക്സ് 1ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എല്ലിലേക്ക് പോകുമോ? അങ്ങനെ പോകുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, എൽ ഈസ് ദി ലിമിറ്റ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടേബിൾ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 1ലെ വാല്യൂ 1 ആണ്, 1.5 എന്ന് പറയുമ്പോൾ 1.5 സ്ക്വയർ ആണ്, അതേപോലെ 2.1 എന്ന് പറയുമ്പോൾ 2.1 സ്ക്വയർ ആണ്. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സിമിലർലി ഇവിടെ നമ്മൾ ടേബിൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഇവിടെ ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് 0.99 ആവുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.50126 ആണ്. അത് ഇതിൽ കൊടുത്താൽ മതി. എക്സിന് നിങ്ങൾ 0.99 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി, ഈ വാല്യൂ കിട്ടിക്കോളും. അടുത്തത് എക്സിന് 0.999 കൊടുത്തു. Then you are getting f of x as 0.50013. Now we are giving x as 0.9999 and we are getting f of x as 0.5001. ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താ തോന്നുന്നത്, എക്സ് എവിടേക്കാണ് പോകുന്നത്? ആദ്യം 0.99 ആയിരുന്നു അല്ലെ, 0.99. അടുത്തത് 0.999 ആയി, അടുത്ത 0.999 ആയി, എക്സെട്ര. ദിസ് ഈസ് ഗോയിങ് ടുവേർഡ്സ് 1. ശരിയല്ലേ? ഇത് 0.5ലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. ആ സീക്വൻസിന്റെ ഒരു പാറ്റേൺ നോക്കി നമുക്ക് മനസ്സിലാവും അത് 1ലേക്കാണ് ടെൻഡ് ചെയ്യണത്. സോ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതാണ് 0 എന്ന് പറയുന്ന പോയിന്റ്, ഇത് 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇവിടെയാണ് 0.99. 0.99 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ക്ലോസ് ആണ്, പക്ഷെ 1ന്റെ അപ്പുറത്തേക്ക് പോകണില്ല. 0.99 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ക്ലോസ് ആണ്. So these values are getting closer and closer to what? 1 from left side. Okay. Similarly, right hand side നോക്കുമ്പോൾ 1.001. എക്സിന് 1.001 കൊടുത്താൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടുന്നത് 0.49988. അതേപോലെ എക്സിന് 1.0001 കൊടുത്തപ്പോൾ കിട്ടുന്ന വാല്യൂ 0.49999. എക്സിന് 1.00001 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.49999. അപ്പൊ എക്സ് എവിടേക്കാണ് വരുന്നത്? എക്സിന്റെ വാല്യൂ ആദ്യം 1.001 ആണ്, പിന്നെ 1.0001 എടുത്തു, പിന്നെ 1.0001 എടുത്തു. സോ ദിസ് ഈസ് ഗെറ്റിംഗ് ടുവേർഡ്സ് 1. ശരിയല്ലേ? സംശയം ഉണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് നോക്കാം. ഇവിടെ 1.012 എക്സെട്ര. ഇതാണ് 1. ആദ്യം പറഞ്ഞ പോയിന്റ് 1.001. അതിന്റെയും 1ന്റെ ഇടയിലായിരിക്കും എന്ത്? 1.0001. അതിന്റെയും 1ന്റെ ഇടയിലായിരിക്കും അടുത്ത പോയിന്റ് 1.00. സോ ദിസ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ. എക്സ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു 1 ഫ്രം ദി റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ. അപ്പോഴും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, ആദ്യം എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 1ലേക്ക് പോകുമ്പോൾ ഈ വാല്യൂസ് എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? 0.50126 ആണ്, 0.50013 ആണ്, അടുത്ത് 0.50001. ദാറ്റ് മീൻസ് ദിസ് ഈസ് വെരി ക്ലോസ് ടു 0.5. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ എന്താ സംഭവിച്ചു? 0.49988 ആണ്, പിന്നെ 0.49999 ആണ്, then 0.49999 etc. So this also means that this is getting closer to 5 from both sides. So I am saying that this limit is 5. Okay, ഇതാണ് ലിമിറ്റിന്റെ കൺസെപ്റ്റ്. എക്സ് സിയിലേക്ക് പോവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഹൈറ്റ് എവിടേക്കാണ് പോകുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കി നോക്കാം. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ c = 1 എന്ന് പറയുന്ന നമ്പർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ വാല്യൂസ് അല്ലെ. അപ്പൊ ആദ്യം ഈ ഒരു പോയിന്റ് എടുത്തിരുന്നെങ്കിൽ കറസ്പോണ്ടിങ് ഹൈറ്റ് ഇതാണ് കിട്ടുക, ഈ പോയിന്റ്. കുറച്ചും കൂടി ഇപ്പുറത്തെ വാല്യൂ എടുത്താൽ യു ആർ ഗെറ്റിംഗ് ദിസ് പോയിന്റ്, താഴെയുള്ളൊരു പോയിന്റ്. സിമിലർലി ആസ് ദിസ് പോയിന്റ്സ് എക്സ് ഗെറ്റിംഗ് ക്ലോസർ ടു 1 ഫ്രം ലെഫ്റ്റ് സൈഡ്, ഈ ഒരു പോയിന്റ് വരും. കറസ്പോണ്ടിംഗ്ലി യു ആർ ഗെറ്റിംഗ് ഇറ്റ് ക്ലോസർ ടു 0.5. അത് തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ സംഭവിച്ചത്. ഇവിടുന്ന് ഒരു വാല്യൂ എടുത്തിരുന്നെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ ഇവിടെ വരുമായിരുന്നു. അടുത്ത 1നോട് ക്ലോസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു 0.5. സോ ആസ് ദിസ് എക്സ് ഗെറ്റിംഗ് ക്ലോസർ ടു സിയോട് അടുപ്പിച്ചിട്ടുള്ള എക്സ് വാല്യൂസ് എടുക്കുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ ഹൈറ്റ് നമുക്ക് എവിടെ കിട്ടുന്നത്? 0.5ന് ചുറ്റുമാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയും?
the limit of that function as x tending to 1 is 0.5. ഇനി നമുക്ക് ഗ്രാഫ് മാത്രം നോക്കിയിട്ട്, ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഗ്രാഫ് മാത്രം നോക്കിയിട്ട് പറയാം. ഈ ഫിഗറിൽ നോക്കി നോക്കൂ, എക്സ് 3ലേക്കാണ് ടെൻഡ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ 3ലേക്ക്, എക്സ് 3ലേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടെയാണ്? എക്സ് 1ലാണ് വിചാരിക്കുക. എക്സ് 1ലാണെങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇതാണ് അല്ലെ, ഈ ഹൈറ്റ് ആണ്, അതായത് ഈ പോയിന്റ്. എക്സ് 2 ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സ് 2 ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ്. എക്സ് 2.5 ആവുമ്പോൾ എന്ത് സംഭവിച്ചു? ദിസ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു 4. എക്സ് 2.9 ആവുമ്പോൾ എന്ത് സംഭവിച്ചു? ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4നോട് ക്ലോസ് ആണ്. അതേപോലെ 2.999 എടുത്താലോ, യു ആർ ഗെറ്റിംഗ് ക്ലോസർ ടു 4. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എക്സ് 3ലേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പോകുന്നത് 4ലേക്കാണ്. സിമിലർലി റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു പോയിന്റ് എടുത്താൽ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് ഏതാ? ഇവിടെ ആയിട്ട് വരും അല്ലെ. 4 ആയിട്ട് യാതൊരു ബന്ധവുമില്ല, 4ന്റെ അടുത്തേ അല്ല. പക്ഷെ എക്സ് 3നോട് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു പോയിന്റ് എടുത്തപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ആയിരുന്നു ആദ്യം, അയാൾ ജമ്പ് ചെയ്ത് ഇവിടെ എത്തി. ഇനി 3യുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു പോയിന്റ് എടുത്തു, 3.1 എടുത്തു. 3.1 എടുത്തപ്പോൾ ഇതാണ് ഹൈറ്റ്. സോ ദിസ് ഈസ് ഗെറ്റിംഗ് നിയർ ടു 4. ഓക്കെ, ഇത് ജമ്പ് ചെയ്ത് 4ന്റെ അടുത്തെത്തി. ഇനി 3.0001 സംതിങ് വാല്യൂ എടുത്താൽ ദിസ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു 4. ഓക്കെ, സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആസ് എക്സ് അപ്രോച്ചസ് ടു 3, എഫ് ഓഫ് എക്സ് എവിടേക്ക് തന്നെയാണ് പോകുന്നത്? 4ലേക്കാണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 3യിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. അപ്പൊ ലിമിറ്റിംഗ് വാല്യൂ തന്നെയാണ് ഫംഗ്ഷൻ എടുക്കുന്നതും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ബി എന്ന് പറയണേല് നമ്മൾ ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 3യില് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 4 അല്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ട് അവിടെ വരച്ചിരിക്കുന്നത്. പകരം എക്സ് ഈക്വൽ ടു 3യില് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഈ പോയിന്റ് ആണ്. ഈ പോയിന്റ് തൽക്കാലം നമുക്ക് 6, ഇത് 5, ഇത് 6 എന്ന് എടുക്കാം. അതായത് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, now we can check what is limit x tending to 3 f of x. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റ് തന്നെ 3യുടെ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂകൾ എവിടെയാണ് പോണത്? 4നോട് അടുപ്പിച്ചിട്ടാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഇനി രണ്ടാമത് അതേ പോയിന്റുകളൊന്നും എടുത്ത് വരയ്ക്കുന്നില്ല. എക്സ് ടെൻഡിങ് ടു 3 ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, നമ്മൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് 3 നമ്മൾ ചോദിച്ചിട്ടില്ല. എഫ് ഓഫ് 3 എന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നത് ഇതാണ്, എക്സ് 3ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പൊ എക്സ് 3ലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോഴും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടേക്കാണ് വരുന്നത്? 4നോട് ക്ലോസ് ആണ്. സോ ഹിയർ ആൾസോ വി സേ ദാറ്റ് ആസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 എഫ് ഓഫ് എക്സ് ഈസ് 4. പക്ഷെ ശരിക്കും എഫ് ഓഫ് 3 ആരായിരുന്നു? 6 ആണ്. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്നല്ല നമ്മൾ ചോദിക്കുന്നത്, എക്സ് 3യോട് ക്ലോസറായി പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഏത് വാല്യൂവിന്റെ അടുത്താണ് കിടക്കുന്നതെന്നേ ചോദിച്ചിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് എന്താവും ചോദിച്ചിട്ടില്ല. ഓക്കെ, നൗ ഇൻ ദിസ് കേസ് 3 എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ കൊടുത്തിട്ടില്ല. 3ല് ഫംഗ്ഷൻ ഡിഫൈൻഡേ അല്ല. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 3. 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡേ അല്ല, അത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ ഒരു പോയിന്റ് ഒഴിവാക്കിയിരിക്കണം. നേരത്തെ കേസിലാണെങ്കിൽ കുറച്ച് മോഡൽ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെഫിനിഷൻ. ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. സോ എഫ് ഓഫ് 3 ഈസ് നോട്ട് ഡിഫൈൻഡ്. എന്നാലും എക്സ് 3ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടേക്ക് തന്നെയാണ് പോകുന്നത്? 4ലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ 3 കേസിലും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എഫ് ഓഫ് എക്സ് ഈസ് 4. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് കാണാൻ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി ഫംഗ്ഷന്റെ വാല്യൂ ലിമിറ്റ് വാല്യൂ ആയിട്ട് കിട്ടണമെന്നും യാതൊരു നിർബന്ധമില്ല. ഫംഗ്ഷന്റെ വാല്യൂവും ലിമിറ്റ് വാല്യൂവും സെയിം ആയിട്ട് കിട്ടുമ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. അത് നമ്മൾ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും. ഓക്കെ, നൗ അനദർ എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ്. കറസ്പോണ്ടിംഗ്ലി യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 3. 1.9 കൊടുത്താൽ യു ആർ അഗൈൻ ഗെറ്റിംഗ് ഇറ്റ് ആസ് 3. സോ ആസ് എക്സ് ടെൻഡിങ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ്, 2ലേക്ക് വന്നാലും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. സോ ആസ് എക്സ് ടെൻഡിങ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്?
3 ആണ്. നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് എഴുതുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസ് എന്ന് പറയാൻ കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? അപ്പോൾ 3 ആണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് 3 ആണ്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് നോക്കാം. 4 എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ എന്താ? 5 ആണ് അല്ലെ? അതേപോലെ 3 എടുത്താലും എന്താ വരിക? 3 എടുത്താലും കറസ്പോണ്ടിങ് വാല്യൂ 5 ആണ്. 2.1 എടുത്താലും 5 ആണ്. സോ ആസ് എക്സ് ടെൻഡിങ് ടു 2 ഫ്രം റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടെയാണ്? 5ലേക്കാണ് പോകുന്നത്. 5ലേക്ക് പോകുന്നു അല്ല, 5 തന്നെയാണ്. പക്ഷെ നമുക്ക് എവിടേക്ക് പോകുന്നു എന്നുള്ള കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് അതിനെ പറയാ. എക്സ് റൈറ്റ് സൈഡ് കൂടെ വരുന്നതിന് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു 2 പ്ലസ് എന്നാണ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 5. അപ്പൊ ലെഫ്റ്റ് വാല്യൂ 3ലേക്കും റൈറ്റ് വാല്യൂ 5ലേക്കുമാണ് പോകുന്നത്. രണ്ടും ഈക്വൽ അല്ല, രണ്ടും ഈക്വൽ കിട്ടണമായിരുന്നു. ഓക്കെ, so in this case we say that limit do not exist or limit extending to 2 f of x does not exist. Similarly second figure നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും as extending to 2 ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് പോവാണ്. ഇത് ഇവിടെ നിർത്തിയിട്ടില്ല, ഈ ഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇതൊരിക്കലും ഇതിനെ ടച്ച് ചെയ്യണമില്ല, എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ ദിസ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്. സോ എവിടേക്കാ പോകുന്നത്? ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഹൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് വരുമ്പോഴും ഫംഗ്ഷൻ ഇൻഫിനിറ്റിക്കാണ് പോകുന്നത്. എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് വരുമ്പോഴും ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു എല്ലിലേക്ക് അയാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു എല്ല് നമുക്ക് കിട്ടില്ല. ഓക്കെ, സോ വി സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 f of x does not exist. Now we have some properties of limits. That is, if limit extending to c f of x and limit extending to c g of x exists, അതായത് x c ലേക്ക് പോകുമ്പോൾ f of x exist ഉണ്ട്, that is equal to some value L1, and extending to c ൽ g of x ന് ഒരു വാല്യൂ ഉണ്ട്, ലിമിറ്റ് ഉണ്ട്, that is L2. ഇങ്ങനെയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു c f of x plus g of x ന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് f of x plus g of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സം ഓഫ് ദ ഫംഗ്ഷൻസ് അവരുടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു c എന്ന് പറയുന്നത് we can write it as limit x tending to c f of x plus limit x tending to c g of x. So this will be L1 plus L2. Similarly, limit x tending to c f of x minus g of x will be limit x tending to c f of x minus limit x tending to c g of x. അതായത് ലിമിറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. So this will be L1 minus L2. Next one is limit x tending to c k into f of x. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം. യു ക്യാൻ ടേക്ക് k ഔട്ട്സൈഡ് ദ ലിമിറ്റ്, ദാറ്റ് ഈസ് k ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു c f of x. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു c f of x ഇൻറ്റു g of x. f of x ഇൻറ്റു g of x എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പ്രൊഡക്റ്റിന്റെ ലിമിറ്റ്, ദാറ്റ് വിൽ ബി സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു c f of x ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു c g of x. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 x into sin x എന്താന്ന് അറിയണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 x into ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 sin x, ഇങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു c f of x by g of x is limit x tending to c f of x by limit x tending to c g of x provided the lower ലിമിറ്റ്, അതായത് ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് 0 ആകാൻ പാടില്ല, അപ്പൊ അത് നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു c f of x to p is equal to ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു c f of x all raised to p. അതായത് ഈ ഫോമിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 cos x ക്യൂബിന്റെ ലിമിറ്റ് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 cos x ന്റെ ലിമിറ്റ് കാണാം, എന്നിട്ട് ഓൾ റേസ് ടു 3 കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ്. ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല, ജസ്റ്റ് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ചെയ്യാനുള്ളൂ. Now, two more important concepts. Limit of two linear functions. For any constant k, limit x tending to c k is k.
അതായത് എക്സ് സിയിലേക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കെ ആണ്, എഫ് ഓഫ് എക്സ് ആണല്ലോ നമ്മൾ ജനറലി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പറയാറ്, എഫ് ഓഫ് എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആരാണ്? കെ ആണ്. ദിസ് ഈസ് കെ. അപ്പൊ എക്സ് സിയിലേക്ക് പോകുമ്പോൾ കെ എവിടേക്ക് പോകുന്ന ചോദിക്കണത്? കെ എവിടേക്ക് പോകാനാണ്? കെയുടെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ? കാരണം എക്സ് എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോട്ടെ, കെ വിൽ ബി കെ ഇറ്റ് സെൽഫ്, അത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി കെ ഈക്വൽ ടു കെ എന്ന് എഴുതിയത്. നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു കെയുടെ ഗ്രാഫ്. വൈ ഈക്വൽ ടു കെയുടെ ഗ്രാഫ് ഒക്കെ അന്ന് നമ്മൾ പറഞ്ഞതാണ്. ഏത് സ്ഥലം എടുത്ത് നോക്കിയാലും എക്സ് 0 കൊടുത്താലും വാല്യൂ കെ കിട്ടണം, എക്സ് 1 എടുത്താലും വാല്യൂ കെ കിട്ടണം, എക്സ് 2 എടുത്താലും വാല്യൂ കെ കിട്ടണം. സോ ഇതാണ് കെയുടെ ഗ്രാഫ്, ദാറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. Now you see what happens when x tending to c from both sides. രണ്ട് സൈഡിൽ നിന്ന് പോയാലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടെ തന്നെ കിടക്കുന്നത്? അത് കെയിൽ തന്നെയാണ്. കെയുടെ അടുത്തേക്ക് പോകുന്നു എന്നും കൂടി അല്ല പറഞ്ഞത്, കെ തന്നെയാണ്. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി കെ എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്? കെ തന്നെയാണ്. നെക്സ്റ്റ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എക്സ് ആണ്. ഇതും ചോദിക്കാനൊന്നുമില്ല, കാരണം എക്സ് സിയിലേക്ക് പോകുമ്പോൾ എക്സ് എവിടേക്കാ പോകുന്നതെന്നാ ചോദിക്കണം. എക്സ് സിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എവിടേക്കാ പോകുന്നതല്ലേ നമ്മൾ ചോദിക്കുക. പക്ഷെ എഫ് ഓഫ് എക്സ് ഇവിടെ ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. സോ എക്സ് സിയിലേക്ക് പോകുമ്പോൾ എക്സ് എവിടേക്ക് പോകാനാ? സിയിലേക്ക് തന്നെ. സോ ദാറ്റ് ഈസ് സി ഇറ്റ് സെൽഫ്. അത് നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് വൈ ഈക്വൽ ടു എക്സ്. എക്സ് 0 ഫംഗ്ഷന്റെ വാല്യൂം 0 ആണ്. എക്സ് നിങ്ങൾ 1 കൊടുത്താൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂം 1 ആണ്. എക്സ് നിങ്ങൾ 2 കൊടുത്താൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂം 2 ആണ്. കാരണം ഇതിലത്തെ പോയിന്റ്സ് ഒക്കെ ആരാ? 1 1 2 2 C C 3 3 ഈ ഫോമിലുള്ള ആളാണ്. സോ വെൻ എക്സ് ടെൻഡിങ് ടു സി ഫ്രം ബോത്ത് സൈഡ്സ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടെ തന്നെയാണ്? സിയിൽ തന്നെയാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -1 3x³ - 4x + 8. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എഴുതാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് x tending to -1. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3x³ മൈനസ് ലിമിറ്റ് x tending to -1 4x പ്ലസ് ലിമിറ്റ് x tending to -1 8. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് സം എച്ച് ഓഫ് എക്സ് ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ലിമിറ്റ് എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. Now this can be written as, നേരത്തെ പറഞ്ഞു നമുക്ക് 3 പുറത്തെടുക്കാന്ന്, അതായത് കോൺസ്റ്റന്റ് പുറത്തെടുക്കാന്ന് പറഞ്ഞു. So this is 3 into limit x tending to -1 x³ minus 4നെ പുറത്തെടുത്തു, that is 4 into limit x tending to -1 x plus ഇത് നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി കെയുടെ വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ അത് തന്നെയാണ് 8 ഇറ്റ് സെൽഫ്. Now this is again limit x tending to -1 x whole cube. നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഓഫ് എക്സ് റേസ് ടു പിയുടെ ഫോമിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു പി. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതാം, -4 into ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -1 x. നേരത്തെ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എക്സ് എന്ത് തന്നെയാണ്? സി തന്നെയെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് എക്സ് ടെൻഡിങ് ടു -1 x ഈസ് -1. So 4 into -1 plus 8. That is equal to 3 into limit x tending to -1 x എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. -1 cube -4 into -1. This will give you 4 plus 8 and that is -3 plus 4 plus 8. That is 12 minus 3, that is 9. So limit of this is 9. So when x tending to -1, function will approach or function will tend towards 9. Next one problem. Limit x tending to 1 3x³ - 8 by x - 2. അപ്പോൾ നമ്മൾ ഇതിന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോം ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 3x³ - 8 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 x - 2. അപ്പൊ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആവരുത്. അപ്പൊ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് 0 അല്ല. കാരണം എന്താ? ആ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 x - 2 ക്യാൻ ബി റിട്ടൺ ആസ്
limit x tending to 1 x minus limit x tending to 1 2. That is ഇത് 1 ആണ്. As x tending to 1 x ന്റെ വാല്യൂ 1 ആണ്, മൈനസ് ഇത് കോൺസ്റ്റന്റ് ആണ് 2. That is minus 1 not equal to 0. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് 0 അല്ല. So you can use this property. So this is equal to ന്യൂമറേറ്ററിനെ എങ്ങനെ എഴുതാം? ഇനി ഞാൻ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നിച്ചിട്ട് എഴുതാം. ദിസ് ഈസ് 3 ഇൻറ്റു ആദ്യം 3നെ പുറത്തെടുത്തു. 3 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എക്സ് സ്ക്വയർ ആണ്. അതിനെ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇനി രണ്ടാമത് ചെയ്യുന്നില്ല, അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് -1 ആണ്. So this is equal to 3 into limit extending to 1 x എന്ത് തന്നെയാണ് 1 ആണ്. So 3 into 1 square minus 8 by -1. That is 3 minus 8 by -1. That is -5 by -1. That is equal to 5. Next ഒരു concept, limit of polynomials and rational functions. If f of x and q of x are polynomials, polynomial function എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ p of x ഉം q of x ഉം പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് x ടെൻഡിങ് ടു c p of x എന്ന് പറഞ്ഞാൽ p of c തന്നെ ആയിരിക്കും. അതായത് x ന് പകരം c കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഒക്കെ ലിമിറ്റ് x ടെൻഡിങ് ടു x സ്ക്വയർ, ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് തന്നെ കൊടുത്താൽ മതി? ആ വാല്യൂ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2 സ്ക്വയർ, സോ 4. പോളിനോമിയൽ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ലിമിറ്റിംഗ് വാല്യൂ തന്നെ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അതാണല്ലോ പി ഓഫ് സി. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ നിങ്ങൾ, ഇത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, 3x³ മൈനസ് 8. അപ്പോൾ ന്യൂമറേറ്റർ മാത്രം ഞാൻ എടുക്കുകയാണ്, ദാറ്റ് ഈസ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x³ മൈനസ് 8 ആണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് 3rd ഡിഗ്രിയിൽ. അപ്പൊ ലിമിറ്റ് x ടെൻഡിങ് ടു 1 പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് 1 തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സിന് വരെ 1 കൊടുക്കുക. സോ ദിസ് വിൽ ബി 3 ഇൻറ്റു 1³ മൈനസ് 8. ദാറ്റ് ഈസ് 3 മൈനസ് 8, ദാറ്റ് ഈസ് -5. ഇത് തന്നെയല്ലേ നമുക്ക് ന്യൂമറേറ്ററിന്റെ ലിമിറ്റ് കിട്ടി. സിമിലർലി ഡിനോമിനേറ്റർ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, x -2 ആണ്. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ മതി, 1 - 2 -1 കിട്ടും. അത് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടിയത്. സോ വളരെ എളുപ്പമുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണാൻ നിങ്ങൾ ആ എക്സ് എവിടേക്ക് പോകുന്ന ആ വാല്യൂവിനെ പിടിച്ച് പി ഓഫ് എക്സിൽ കൊടുത്താൽ മതി, അതായത് പി ഓഫ് സി കണ്ടാൽ മതി. സിമിലർലി ലിമിറ്റ് x ടെൻഡിങ് ടു സി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഈ കണ്ട എക്സാമ്പിൾ, ദിസ് വൺ, പി ഓഫ് സി ബൈ ക്യൂ ഓഫ് സി ആയിരിക്കും, പ്രൊവൈഡഡ് the denominator limit or denominator value is not equal to 0. One example, limit x tending to 2 x plus 1 by x minus 2. അപ്പോൾ ഇവിടെ ഇത് ഏത് ഫോർമുല കിടക്കുന്നത്? ലിമിറ്റ് x tending to 2 p of x by q of x ഫോർമുല കിടക്കുന്നത്, വേർ p of x എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ ദാറ്റ് ഈസ് x plus 1 and q of x is the function x minus 2. So this one will be equal to p of 2 by q of 2, or that is equal to p of 2 എന്താ? x ന് 2 കൊടുത്താൽ മതി, 2 plus 1 by q of 2, again x ന് 2 കൊടുത്താൽ മതി, 2 minus 2. So this is 3 by 0. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത്? ഡിനോമിനേറ്റർ ലിമിറ്റ് 0 ആവരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ ലിമിറ്റ് 0 ആണ്. സോ വി കൺക്ലൂഡ് ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദിസ് ക്വോഷ്യൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇയാൾക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിൽ സപ്പോസ് 0 ആണെങ്കിൽ ഇത് 0/0 ഫോം ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് x ടെൻഡിങ് ടു 1 x square minus 1 by x square minus 3x plus 2. So I am taking the function p of x as x square minus 1 and q of x as x square minus 3x plus 2. ഇനി എന്ത് ചെയ്താൽ മതി? This is nothing but p of 1 by
q of 1, that is 1 square minus 1 by 1 square minus 3 into 1 plus 2, that is 0 by 1 minus 3 plus 2, that is minus 2 plus 2 0. So this is 0 by 0. അപ്പോൾ ഇത് 0 by 0 ആയതുകൊണ്ട് വേണമെങ്കിൽ ഇതിന് ലിമിറ്റ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് ചെയ്തു നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1, എക്സ് സ്ക്വയർ മൈനസ് 1നെ ഞാൻ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ആക്കി എഴുതുകയാണ്. ദിസ് ഈസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2നെ എങ്ങനെ എഴുതാം? നിങ്ങൾ ഫാക്ടറൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. So this is x minus 1 into x minus 2. So we can cancel this x minus 1. അപ്പോൾ ഇത് എന്തായി മാറി? This is limit x tending to 1, x plus 1 by x minus 2. So this is again of the form p of x by q of x. രണ്ടും polynomials ആണ്. അപ്പോൾ x ന് simply 1 കൊടുത്താൽ മതി. So this is 1 plus 1 and this is 1 minus 2. That will give you 2 by minus 1, that is minus 2. So minus 2 is the limit of the given function. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. Find limit x tending to 1 root x minus 1 by x minus 1. ഇവിടെയും ഇതേ പ്രോബ്ലം വരും. നമ്മൾ എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് ഇത് റൂട്ട് 1 മൈനസ് 1 ബൈ 1 മൈനസ് 1 വരും. ദാറ്റ് ഈസ് 0 ബൈ 0 ഫോം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെയും ഫാക്ടറൈസ് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി ലീസ്റ്റ് ഫാക്ടർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ നോട്ട് ചെയ്യുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമ്മൾ ചെയ്യാറുള്ളത് ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ്, അതിന് കോൺജുഗേറ്റ് റൂട്ട് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് 1 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ തരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തരാണ് എക്സ്, ഇതിന് മുകളിലും താഴെയും 3/3 ചെയ്താൽ, അല്ലെങ്കിൽ മുകളിലും 3 താഴെയും 3 ചെയ്താൽ എന്താ വരിക? ഇത് 3x/3 ആണ് അല്ലേ? 3x/3 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പം മാറ്റമൊന്നുമില്ല. സോ മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്തു. സോ ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 റൂട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ്. അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1. സോ ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 1. സോ എക്സ് മൈനസ് 1 ക്യാൻസൽ ആയി. അപ്പോൾ എന്ത് മാത്രമായി? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 1. മുകളിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന്റെ ലിമിറ്റ് 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ താഴെ എക്സിന് 1 കൊടുത്താൽ റൂട്ട് 1 പ്ലസ് 1, ദാറ്റ് വിൽ ഗിവ് യു റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 2. സോ ദ ആൻസർ ഈസ് 1/2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ഡിസ്കസ് ചെയ്യാം.